ഉണ്ടാക്കാൻ പോകുന്നതാണ് നമ്മുടെ വൈറൽ ദുബായ് ചോക്ലേറ്റ്. അപ്പൊ നമുക്ക് ഇതാ ഇവിടെ വൈറ്റ് ചോക്ലേറ്റും ഉണ്ട്, മിൽക്ക് ചോക്ലേറ്റും ഉണ്ട്, എന്നിട്ട് ഒരു പിസ്താഷ്യ സ്പ്രെഡ് ഉണ്ട്, പിന്നെ സേമിയ കുനാഫ കിട്ടാത്തോണ്ട് സേമിയ എടുത്തു, എന്നിട്ടൊരു ബൗള്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന്റെ മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോ പോവാം. ഡബിൾ ബോയിൽ ചെയ്തിട്ടുണ്ട് ഈ ചോക്ലേറ്റ്, മെൽറ്റ് ചോക്ലേറ്റ് ആട്ടോ ഡബിൾ ബോയിൽ ചെയ്ത്. ഇനി നമുക്ക് ഇതിൽ പെട്ടെന്ന് ഒഴിക്കാം, ബിക്കോസ് ഇത് കട്ടിയായ പിന്നെ ഇത് മുഴുവൻ ഒഴിക്കട്ടെ. കുറച്ചൊഴിക്കട്ടെ. വെയിറ്റ്, ഒഴിച്ചൊഴിച്ചൊഴിച്ചൊഴിച്ചൊഴിച്ചൊഴിച്ചൊഴിച്ചൊഴിച്ച് എന്നിട്ടിത് ഫ്രീസ് ആക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് എടുക്കും. ഫുൾ എടുക്കണം. സൈഡിൽ തന്നെ തന്നത് മതി 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 മതി. ഓക്കെ, ടേൺ ചെയ്യാൻ പോവാണ് എല്ലായിടത്തും. ഓക്കെ, എല്ലായിടത്തും ആക്കണ്ടേ? ആക്കാം, കുറച്ചും കൂടി ഇത് വെച്ചിട്ട് നോക്കാം. കുറച്ചൊന്നിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മതി 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 മതി. എന്നിട്ട് ഈ സൈഡിൽ കുറച്ച്, മറ്റേ സൈഡില് ചോക്ലേറ്റിലാണ് പിടിക്കണം. ഫുൾ അവിടെ ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്യാം. എല്ലായിടത്തുമാണ്. ഇപ്പോൾ കുറച്ചൊന്ന് ഇതായി പാട്. അപ്പം നമുക്കിത് ഫ്രീസ് ആക്കണം ഫ്രിഡ്ജിൽ. ഫ്രീസിൽ എത്ര നേരം എടുക്കുമെന്ന് അറിയില്ല. ഇത് ഹാർഡാണോ വരെ ഫ്രീസർ. അപ്പോൾ നമുക്ക് പോയി ഫ്രീസറിലേക്കാം. ഓക്കെ, 5 hours later. അപ്പോൾ നമ്മളിത് ഫ്രീസ് ചെയ്തിട്ടുണ്ട്, മെൽറ്റ് ചെയ്തിട്ട്. ഇത് നമ്മൾ മെൽറ്റ് ചെയ്തിട്ടുണ്ട്, ഇതും നമ്മൾ ഒന്ന് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ചൂടാ. അയ്യോ, ഒരുമാതിരി ഇതുപോലെ. അപ്പം നമുക്കിത് കട്ടിയാവാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്യാം. ഇത് ഓൾമോസ്റ്റ് കട്ടി ആവണ്. നമ്മൾ പിസ്താഷ്യോ കുറച്ച് കട്ടിയായിരുന്നു, അപ്പോൾ കുറച്ചൊന്ന് ഇങ്ങനെ ഇത് ഒന്ന് മെൽറ്റ് ആക്കിയപ്പോൾ ഇത് കുറച്ചൊന്ന് കരിഞ്ഞു. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഇട്ടുണ്ട്, പക്ഷെ എല്ലായിടത്തും ഒന്നും ആവുന്നില്ല. കുറച്ചൊന്ന് കട്ടിയായി. അത്രയ്ക്ക് നമ്മളൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ആക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്യാം. നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു, അത് കുറെ ഉണ്ടായിരുന്നു. ചൂട് സ്പ്രെഡ് ചെയ്യട്ടെ. ഇനി നീ ചെയ്തോ. ഇത് ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. പക്ഷെ ശരിയാണോ, ഒരുമാതിരി കട്ടിയായി നന്നായിട്ട്. അത് ഇത് ഇത്ര പേരൊന്നും ആയില്ല. ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഇത്രയ്ക്കൊക്കെ ആയി. മുകളിൽ വേറെ ഒന്നും ആയില്ല,
കുറച്ച് പിസ്താഷ്യോ ഇതുണ്ടായിരുന്നുള്ളൂ. മുഴുവൻ എണ്ണ ഒരു മൈക്ക് പോലെ ചെയ്തോട്ടെ. ഇത് നമുക്കിനി ചെയ്ത് കഴിഞ്ഞതിൻ്റെ എണ്ണ ഒന്ന് കുറച്ച് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മളുടെ കൂടെ ആദ്യം വന്നിട്ടുണ്ട്. അങ്ങോട്ട് നോക്ക്. ഹായ് പറ. ഹായ്. അപ്പോൾ നമുക്കിതൊന്ന് കുറച്ചും കൂടി ഉണ്ട്, അത് സ്പ്രെഡ് ചെയ്ത് വെക്കാം. നമ്മൾ ഒരു കാര്യം മറന്നുപോയി. ഇപ്പോൾ ബട്ടർ ഇടാൻ മറന്നുപോയി. ഇനി എങ്ങനെ എടുക്കും? അത് നമുക്ക് ഇതിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് ഫ്രീസറിൻ്റെ ഉള്ളിൽ വെക്കാം. ഓക്കെ. 2 hours later. അപ്പൊ നമ്മളിത് കട്ട് ചെയ്യാൻ പോവുകയാണ്. പാടാണല്ലേ സൗണ്ട് കേട്ടാ. അത് ഇതാണ് സേമിയ. ഡീപ്പായി പോവാണ് അതിൻ്റെ ഉള്ളിൽ. നമുക്ക് സ്ക്വയറായി കട്ട് ചെയ്യാം. നല്ല കട്ട് ചെയ്യാം. കുറച്ചും കൂടി ഒന്ന് ആക്കാം. ഒന്ന് ഇവിടെ നിന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അവിടെ നിന്ന് സൈഡിലൊക്കെ സൈഡിൽ നിന്ന് ചെയ്ത് കൊടുക്കാം. ഈ രണ്ടെണ്ണം ഇങ്ങനെ ആക്കിക്കോ, എന്നിട്ട് ഇങ്ങനെ ആക്കിക്കോ. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്താൽ കുറേ നേരം പോവും. നമുക്ക് വീഡിയോ ലെങ്ത് ആക്കണ്ട. അപ്പോൾ നമുക്കിത് ഈ സൈഡിൽ വേണമെങ്കിൽ ആക്കാം. എന്നിട്ട് ഫസ്റ്റ് നമുക്ക് തട്ടി വെക്കാം. എന്നിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. അത് സൈഡിലോട്ട് ഇങ്ങനെ ആക്കാം. ഇത് നമുക്ക് കഴിച്ചു നോക്കിയിട്ട് ഫെയിലാണോ അത് നല്ലതാണോ നോക്കാം. കുറേ സമയം എടുക്കുമെന്ന് തോന്നുന്നു. ഈ സമയത്ത് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. സൈഡ് ചെയ്തോട്ടെ. പ്ലേറ്റിൽ ചെയ്യണ്ട. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കിയ സാധനം നല്ല ടേസ്റ്റ് ആയിരുന്നു. എടുക്കാൻ നോക്കിയപ്പം കുറച്ചൊന്ന് പാടായിരുന്നു. പക്ഷേ അത് എടുത്ത് കിട്ടി. നമ്മളെല്ലാവർക്കും കൊടുത്തിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിന് കുഴപ്പമില്ലായിരുന്നു. അതിന് നല്ലതായിരുന്നു. അവന് സ്വീറ്റ് ഒന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ അവനത്രയൊന്നും കഴിക്കാറില്ല. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇന്നത്തെ വീഡിയോ നമുക്ക് എൻഡ് ചെയ്യാം. ഓക്കെ, ബൈ.